ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈല ലുലു. അപ്പോൾ ഞാനിതാ ഒരു സിംഗിൾ അംബർല കുർത്തി കട്ട് ചെയ്യാണ് കേട്ടോ. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ബോഡി പാർട്ട് ഒരു പേപ്പറിൽ കട്ട് ചെയ്യാണ് കേട്ടോ. ന്യൂസ് പേപ്പർ ഇല്ലാഞ്ഞിട്ട് ഒരു കലണ്ടറിൻ്റെ പേപ്പറാണ് കിട്ടിയത്. അതിൻ്റെ അകത്താണ് കേട്ടോ മെഷർമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ലെങ്ത്ത് 15 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ആ 15 ഇഞ്ച് മുകളിൽ നിന്ന് താഴോട്ടേക്ക് എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് തയ്യൽ തുമ്പ് അടക്കമുള്ള 15 ഇഞ്ചാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് താഴോട്ടേക്കാണ് നമുക്ക് മെഷർമെൻ്റ് ഒക്കെ ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് അവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കുന്നത്. മെഷർമെൻറ്റ് കൂടുകയും കുറയുകയും ഒന്നും ചെയ്യില്ല അങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ട് എനിക്ക് എൻ്റെ ഒരു മെഷർമെൻറ്റാണ് കേട്ടോ എടുക്കണത്. എനിക്ക് ഷോൾഡറും നെക്ക് വിഴുത്തും അടക്കം ഞാൻ 7 ഇഞ്ചാണ് കേട്ടോ എടുക്കാറ്. അപ്പോൾ ഞാൻ ആ 7 ഇഞ്ച് സ്ട്രെയിറ്റ് ലൈനിൻ്റെ അവിടെ ഏറ്റവും ടോപ്പിൽ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്ട്രെയിറ്റ് ലൈനിൽ നമ്മളിപ്പോൾ വരച്ചില്ല അവിടെ. ആ 7 ഇഞ്ച് താഴോട്ടേക്ക് ഒരു 6.5 ഇഞ്ചിൻ്റെ അടുത്ത് വരെ അങ്ങനെ മെഷർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ 7 ഇഞ്ചിൽ നിന്ന് താഴോട്ടേക്ക് 6.5 ഇഞ്ച് റിഗാളിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു സ്ക്വയറായിട്ട് അങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്താണ് നമ്മൾ കൈക്കുഴി വരയ്ക്കുക. ഇനി ഞാൻ ചെസ്റ്റ് റൗണ്ട് ഞാൻ 10.5 പ്ലസ് 2 ഇഞ്ചാണ് കേട്ടോ എടുക്കുക. ഞാൻ അത്യാവശ്യം കുറച്ച് ലൂസിലാണ് കേട്ടോ ടോപ്പുകളൊക്കെ യൂസ് ചെയ്യാറ്. അപ്പോൾ ആ 10.5 ഇഞ്ചിൽ മെഷർ ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 9 ഇഞ്ച് എനിക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത് കേട്ടോ. 8.25 ഒക്കെയാണ് വരിക. ഞാൻ ലൂസിന് വേണ്ടിയിട്ട് 9, 9.5 ഒക്കെ എടുക്കാറുണ്ട്. അവിടെ താഴെ വേസ്റ്റ് 15 ഇഞ്ചിൻ്റെ അവിടെ ഞാൻ വേസ്റ്റ് റൗണ്ട് 9.5 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റിഗാള് വരച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ റിഗാള് വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് കൈക്കുഴി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പെൻ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ ചോക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് കലണ്ടർ പേപ്പർ ആയതുകൊണ്ട് കാണുന്നില്ല കറക്റ്റ്. അപ്പം ഞാൻ പെൻ ഉപയോഗിച്ചിട്ട് വരച്ചു. എന്നിട്ട് നമ്മളെ ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും മാർക്ക് ചെയ്തില്ലേ, അവിടെ 10.5 നിന്നും താഴോട്ട് 9 സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ തയ്യൽ തുമ്പും വരച്ചു കൊടുക്കുക. അതിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഇത് ലൈനിങ്ങിൽ ചെയ്യുകയാണെങ്കിൽ ലൈനിങ്ങിൽ ചെയ്യുന്ന പേപ്പറിൽ ചെയ്യണമെന്നില്ല. ആദ്യം ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടുന്ന് എൻഡിങ്ങിൽ താഴെ നിന്ന് ഒരു 1 ഇഞ്ച് മുകളിലേക്ക് എടുക്കുന്നുണ്ട്. ഒരു കർവ് ഒന്ന് റൗണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട്, ബോഡി പാർട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് മുകളിലേക്ക് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് ആ ഒരു കർവിലൂടെയാണ് കേട്ടോ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പേപ്പർ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഈ ഒരു പാറ്റേൺ എൻ്റെ ഒരു മെഷർമെൻറ്റ് ഇത് കറക്റ്റ് ആയതുകൊണ്ട് ഞാനിത് കളയുന്നില്ല. കാരണം ഇനി ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ റിഗാളും ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് ബോഡി പാർട്ടിൻ്റെ ഒരു പീസ് റെഡി ആയിട്ടോ. മെറ്റീരിയലിലാണെങ്കിൽ ഇത് 2ആയി മടക്കിയിട്ട് ഫോൾഡർ ഭാഗം വരും കേട്ടോ ആ സൈഡിൽ. ഇതൊരു ഒറ്റ പീസ് പേപ്പറിലാണ് ഞാൻ ചെയ്തത്. ഒരു പാറ്റേൺ ആക്കി എടുത്തു എന്നേ ഉള്ളൂ. ഇനി 2.5 മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ ഞാൻ ഈ സിംഗിൾ അംബർല കുർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിനെ ഒറ്റ മടക്കുന്നുണ്ട് കേട്ടോ. 2.5 മീറ്ററിന് അപ്പോൾ 1.25 മീറ്ററാണ് വരിക കേട്ടോ ഒരു ഭാഗം. എന്നിട്ട് അതിനെ വീണ്ടും ഫോൾഡ് ചെയ്ത ഭാഗം കൊണ്ടുവന്ന് ക്രോസായിട്ട് ഒരു ഭാഗം ഫോൾഡ് ചെയ്തതും 2 ഓപ്പൺ സൈഡ് വരുന്ന ഭാഗത്തേക്ക് ക്രോസായിട്ട് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അംബർല കട്ടിങ് ചെയ്യുന്ന ആ ഒരു ക്രോസ്. എന്നിട്ട് അതിൻ്റെ ബിഗിനിങ്ങിൽ ഞാൻ
നമ്മൾ പേപ്പർ കട്ടിങ്ങിൽ ചെയ്തില്ല, ആ പേപ്പർ കട്ടിങ് അവിടെ കറക്റ്റ് വെച്ച് കൊടുക്കുക. ആ ഷോൾഡറിൻ്റെ വീതി എവിടെയാണോ കറക്റ്റ് കിട്ടണേ അത് കറക്റ്റ് കിട്ടുന്നിടത്ത് ഫോൾഡ് ചെയ്ത ഭാഗം റെഡി ആക്കിയിട്ട് പുറത്തേക്ക് പേപ്പർ പോവാണ്ടേയും ഉള്ളിലോട്ട് നീങ്ങാണ്ടേയും റെഡിയാക്കി വെച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ടോപ്പിന് ലെങ്ത്ത് വേണ്ടത്, ഞാനിവിടെ 43 എങ്ങാണ്ടാണ് എടുത്തത്, 43 എടുത്തത്. അതിൽ കൂടുതൽ വേണ്ടവർ അത് എടുക്കുക. എന്നിട്ട് എല്ലാ സൈഡിലും മാർക്ക് ചെയ്യുക. ഇപ്പോൾ സ്കെയിൽ വെച്ച് കണ്ടില്ലേ, ഈ സൈഡിൽ ഇങ്ങനെയാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്, ലെങ്ത്ത് എടുക്കേണ്ടത്. അപ്പോൾ ഷോൾഡറിൽ നിന്നാണ് എല്ലാത്തിലേക്കും മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ടേപ്പ് ഷോൾഡറിൻ്റെ അവിടെ പിടിക്കുക, താഴോട്ടേക്ക് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 43, നിങ്ങൾക്ക് 46 ആണെങ്കിൽ 46 ചെയ്യുക. ഇങ്ങനെയാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയലിൻ്റെ ബാക്കി ക്ലോത്ത് എടുത്തിട്ട് 4 മടക്കുന്നുണ്ട് കേട്ടോ. 2 മടക്കുന്നുണ്ട്. ഒരു സൈഡ് 2 ഫോൾഡ് വരുന്നുണ്ട്, ഒരു സൈഡിൽ 2 ഓപ്പണും ഒരു ഫോൾഡിങ്ങും വരുന്നുണ്ട് താഴ്ഭാഗത്ത്. അപ്പോൾ ഞാനിതിൻ്റെ ലേസ് ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് കൊണ്ട് അവിടെ ഞാൻ എടുക്കുന്നില്ല. ഇതൊരു സാരീൻ്റെ മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ, സാരി ആയിരുന്നു കേട്ടോ. അത് മെറ്റീരിയൽ കുർത്തി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അതിൽ നിന്നൊരു 2.5 മീറ്റർ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മെഷർമെൻറ്റ് കുറയും കൂടുകയൊന്നും ചെയ്യാതെക്കാൻ വേണ്ടിയിട്ട് സ്കെയിൽ വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ വണ്ണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കേട്ടോ. വണ്ണവും ലെങ്ത്തും ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ സ്ട്രൈറ്റ് ആയിട്ട് വരച്ച ലെങ്ത്തിൽ നിന്നാണ് നമ്മളിനി സ്ലീവിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തേണ്ടതും അതിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തേണ്ടതൊക്കെ. അപ്പം ഞാനിവിടെ സ്ലീവിന് വിഡ്ത്ത് എടുക്കുന്നത് 9.5 ഇഞ്ചാണ് കേട്ടോ. തയ്യൽ തുമ്പ് അടക്കം 9.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ വാച്ച് ചെയ്യുന്ന എല്ലാവരും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിലും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് വീണ്ടും ഞാൻ ഓരോ സ്റ്റിച്ചിങ് വീഡിയോയും എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ 9.5 ഇഞ്ച് ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ 16 ഇഞ്ച് എടുക്കുന്നുണ്ട്. 16 ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് തയ്യൽ തുമ്പ് അടക്കം എടുക്കുന്നത്. അപ്പോൾ ആ 9.5 ഇഞ്ച് നമ്മൾ എല്ലാ ഭാഗത്തും അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. വിഡ്ത്ത് കൈവണ്ണം, വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ കൈവണ്ണം 9.5 ഇഞ്ച് എല്ലാ ഭാഗത്തും അടയാളപ്പെടുത്തി കൊടുക്കുക, ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് താഴോട്ടേക്ക്. എന്നിട്ട് നമുക്ക് കൈയിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് കൈവണ്ണം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ 5.5 ഞാൻ എടുക്കുന്നത്. 5.5 + 1.5 തയ്യൽ തുമ്പാണ് കേട്ടോ എടുക്കണേ. അപ്പോൾ ടോട്ടൽ 7 ഇഞ്ച് വരും കേട്ടോ. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ 7 ഇഞ്ച് വരും. എന്നിട്ട് നമ്മൾ 9.5 ഇഞ്ച് ലെങ്ത്ത് വണ്ണം അടയാളപ്പെടുത്തില്ലേ, അവിടുന്ന് നമ്മൾ മാർക്ക് ചെയ്ത ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത ഫസ്റ്റ് ആ ലൈനിന് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ആ 3.5 ഇഞ്ചിലേക്കാണ് നമ്മൾ കൈയിൻ്റെ കർവ് വരച്ച് കൊടുക്കേണ്ടത്, സ്ലീവിൻ്റെ കർവ് വരച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ 5.5 ഇഞ്ചിലെ ആ 5.5 ഇഞ്ച് അവിടുന്ന് 1.5 ഇഞ്ച് എടുത്തില്ല, അപ്പോൾ 7 ഇഞ്ച് വണ്ണം വരുന്ന അവിടുന്ന് നമ്മൾ ഈ 3.5 ഇഞ്ചിലേക്ക് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തില്ല അവിടേക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് സ്ലീവ് ഇങ്ങനെ ആ 3.5 ഇഞ്ചിലേക്ക് കട്ട് ചെയ്യുക. അവിടുന്ന് സ്ലീവിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് അവിടുന്ന് നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ലാസ്റ്റ് സ്ലീവിൻ്റെ എൻഡിങ്ങിൽ, അവിടേക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അവിടെ ലാസ്റ്റ് എൻഡിങ്ങിൽ കൈയിൻ്റെ ലെങ്ത്ത് ലാസ്റ്റ് വരുന്ന അവിടെ ഇതേപോലെ കട്ട് ചെയ്ത്
അപ്പോൾ സ്ലീവ് റെഡി ആയിട്ടോ. അപ്പോൾ ഇതാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. ഇത് ബിഗിനേഴ്സിന് ഇങ്ങനെയൊക്കെ നോക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലാത്തവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഞാൻ വീഡിയോസൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സിംഗിൾ അംബ്രല്ല കുർത്തി കട്ട് ചെയ്യുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ വേറെ ഇനി അംബ്രല്ല കട്ടിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും കാണാം വേറൊരു വീഡിയോ ആയിട്ട്. ടാറ്റാ ബൈ ബൈ.